ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിക്കുക. ശേഷം അതിലേക്ക് കുറേശ്ശെ മാവിട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേഗണം കേട്ടോ മാവ്. പത്തിരിയുടെ മാവ് അടുപ്പത്ത് കിടന്ന് നല്ല ചൂട് തട്ടിയിട്ട് തന്നെ വേഗണം. അങ്ങനെ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൽ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. വേകാതായിട്ടുണ്ടെങ്കിൽ അരിക്ക് പൊട്ടിപ്പോവുക, പിന്നെ അതുപോലെ തന്നെ പരത്തിയ കിട്ടാതാവുക ഒക്കെ ആവും. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം ഇടയ്ക്ക്. ഒരുപാട് വേണ്ട, കുറച്ച്. നന്നായി മൂടി വെച്ചിട്ട് നമ്മൾ മാവ് നന്നായി വേവിച്ചെടുക്കുക. വെന്തിട്ടുണ്ട് അത്യാവശ്യം, കയ്യിലൊട്ടാത്ത പോലെ. ഞാൻ നന്നായിട്ട് ചൂടോടെ തന്നെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാറാനൊന്നും നിന്നില്ല. നന്നായിട്ട് ഞാനതിൽ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലുള്ള ബൗൾസാക്കിയെടുത്ത് ഞാൻ ആദ്യം ബൗൾസിനെ മുഴുവനും ഇതുപോലെ ബ്രസ്സിലൊന്ന് ആദ്യം അമർത്തി കൊടുത്തേ. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ അമർത്തിയതിന് ശേഷമാണ് പരത്താൻ നിന്നത്. അങ്ങനെ ഞാൻ പരത്താൻ തുടങ്ങി. കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട്. എനിക്ക് അങ്ങനെ റൗണ്ട് ഷേപ്പൊന്നും കിട്ടാറില്ല, എന്നാലും ഒരു തരത്തിൽ ഞാനങ്ങോട്ട് പരത്തിയെടുത്തു. കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ തന്നെയല്ലേ അല്ലേ. അപ്പം ഞാനത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊള്ളി വരുമോ, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടാസ്ക് അല്ലേ. നമ്മൾ എങ്ങനെ കുഴച്ചു, എന്ത് ചെയ്തു, അതൊന്നുമല്ല, പൊള്ളുന്നുണ്ടോ. എൻ്റെ ഇത് സക്സസ് ആയിട്ടോ. നന്നായിട്ടെല്ലാം പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ ചുട്ടെടുത്തു. അങ്ങനെ ഇന്ന് പത്തിരിക്കൊപ്പം മട്ടൻ കറിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. മട്ടൻ കഴിക്കാത്തവർക്ക് ചിക്കനായിരുന്നു, ചിക്കൻ കഴിക്കാത്തവർക്ക് മട്ടൻ. അങ്ങനെ ഞാൻ ചിക്കൻ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.